ലൈംഗിക ആരോപണ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയ്ക്ക് വേണ്ടി തിരച്ചിൽ തുടർന്ന് പോലീസ്. പാലക്കാടും കോയമ്പത്തൂരും പത്തനംതിട്ടയിലും കഴിഞ്ഞ ദിവസം രാത്രി പരിശോധന നടത്തിയിരുന്നു. രാഹുലിന്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പോലീസിന് നിരീക്ഷണത്തിലാണ്. അതേസമയം ഇരയുടെ ഐഡന്റിറ്റി സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിജീവിതയുടെ ചിത്രം പുറത്തുവിട്ട സന്ദീപ് വാര്യർ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളും ഡിലീറ്റ് ചെയ്തു. രാഹുൽ മുങ്ങിയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്നും ഡിലീറ്റ് ചെയ്തത്. കെയർടേക്കറെ SIT എന്ന് ചോദ്യം ചെയ്യും. ഡാൻ കുര്യൻ നൽകും വിവരങ്ങൾ. ഡാൻ, തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടിയോ എന്നുള്ള അമാന്തം പോലീസിനുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കാറടച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത്, അല്ലേ? പക്ഷേ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് കിട്ടിയോ ഇല്ലയോ എന്ന്. അറസ്റ്റിലേക്കെന്ന ഒരു പ്രതീതി പോലീസ് ജനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വിരളമാണ് എന്ന സൂചനകളാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്ന കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്താൽ അത് കോടതി നടപടികൾക്ക് കോടതി അലക്ഷ്യമാകുമോ എന്നൊരു സന്ദേഹം ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായ ഒരു സർവൈലൻസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു കടുത്ത നീക്കത്തിലേക്ക് കടക്കാതിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ കടുത്ത ഒരു നടപടി രാഹുലിനെതിരെ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് അഭിഭാഷകരെ കാണാനെത്തി വക്കാലത്തിൽ ഒപ്പിട്ടു എന്ന വാദത്തിൽ സംശയമുണ്ട് എന്നുകൂടി പോലീസ് പറയുകയാണ്. അത്തരം ചില സംശയങ്ങൾ അവർ പങ്കുവെക്കുന്നുണ്ട്. അതായത് മുങ്ങിയിട്ടില്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കാനുള്ള ഒരു നീക്കമായിരുന്നു ഇത് എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. കാരണം പല CCTV ദൃശ്യങ്ങളും, അതായത് ഈ എത്തി എന്ന് പറയുന്ന സമയത്തെ ഏതാണ്ട് 1 മണിക്കൂർ സമയം അഭിഭാഷകന്റെ ഓഫീസിൽ അദ്ദേഹം ചെലവഴിച്ചു എന്നുള്ള സൂചനകളായിരുന്നു പുറത്തു വരുന്നത്. പക്ഷേ സമീപ സ്ഥലങ്ങളിലേക്ക് CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചിട്ടുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയെന്ന് ഉറപ്പിക്കാനാവുന്ന തെളിവുകളൊന്നും ഇതുവരെ പോലീസിനും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു എന്നുള്ള വാദം പോലീസ് തള്ളുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ എവിടെ എന്നൊരു ചോദ്യം അങ്ങനെ തന്നെ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ച യുവതി പരാതി നൽകിയതിന് പിന്നാലെ പാലക്കാട്ട് നിന്ന് അപ്രത്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ സ്വകാര്യ വാഹനത്തിൽ എവിടേക്കാണ് പോയതെന്ന് അറിയാതെ CCTV ക്യാമറകൾ ഇല്ലാത്ത സ്ഥലത്തു കൂടിയാണ് ആ വാഹനത്തിൽ അവിടെ നിന്ന് മാറിയിരിക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ ഉറപ്പിക്കുന്നത്. കാരണം പല CCTV ക്യാമറകളും പല ഭാഗങ്ങളിലുള്ള ക്യാമറകൾ കൃത്യമായി പരിശോധിച്ചെങ്കിലും രാഹുൽ ഏത് ദിശയിലാണ് പോയതെന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മൊബൈൽ ഫോൺ പലപ്പോഴും സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു. ഫോൺ രാഹുലിനൊപ്പം ഉണ്ടോ എന്ന കാര്യത്തിലും ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ട്. അങ്ങനെയാണ് ഈ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള നീക്കം SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ വ്യാഴാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാറ്റിൽ നിന്ന് പോകുന്ന ദൃശ്യങ്ങൾ ഈ CCTVയിലില്ല. അത് DVRൽ നിന്ന് ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. ഇത് കൃത്യമായ ഒരു സ്വാധീനത്തിന് വഴങ്ങി ഫ്ളാറ്റിന്റെ കെയർടേക്കർ ബോധപൂർവം ചെയ്തൊരു നീക്കമാണോ എന്നുള്ള സംശയമാണ് SITക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ദിശയിലേക്ക് പരിശോധന നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കെയർടേക്കറെ SIT ഇത് വീണ്ടും പാലക്കാടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിലെത്തി വിശദമായി ചോദ്യം ചെയ്തേക്കും. ഒരുപക്ഷെ ഈ കെയർടേക്കറിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനാകുമെന്നൊരു പ്രതീക്ഷ കൂടി SITക്കുണ്ട്. അതിനിടയിലാണ് യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ പരസ്യമായ പ്രതികരണം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇന്നലെ അറസ്റ്റ് ചെയ്ത രാഹുൽ ഈശ്വറിനെ ഇന്ന് രാവിലെ 11 മണിക്ക് വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം ഈ കേസിലെ 4ാം പ്രതിയായ സന്ദീപ് വാര്യർ രാവിലെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതേ അഭിഭാഷകൻ തന്നെയാണ് സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതിയിൽ സമർപ്പിക്കുക. എന്തായാലും ഈ ഇരയെ ബോധപൂർവം അധിക്ഷേപിക്കാനും അവരുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനും ശ്രമിച്ച ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെയും അതോടൊപ്പം ഫേസ്ബുക്ക് ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്നവരെയും കേന്ദ്രീകരിച്ച് ഓരോ ജില്ലകൾ തോറും പരിശോധന നടക്കുകയാണ്. ഈ കേസിൽ ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റുകൾ ഇന്നുണ്ടായേക്കുമെന്നാണ് വിവരം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.